എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസത്തിലെ ഈ പ്രത്യേക വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാമൻ്റെ യുദ്ധവീര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഇന്ന് ചിലർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്ന ജാതി സമവാക്യങ്ങൾക്ക് ശ്രീരാമൻ തൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് മറുപടി നൽകിയത് എന്നാണ്. രാമൻ ജാതി നോക്കിയിരുന്നോ? കാട്ടാള രാജാവായ ഗുഹനും രാമനും തമ്മിലുള്ള ആ അപൂർവ സൗഹൃദത്തിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം. പിതാവിൻ്റെ വാക്ക് പാലിക്കുവാൻ അയോധ്യയുടെ സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ശ്രീരാമൻ വനവാസത്തിന് ഇറങ്ങുന്നു. കൂടെ നിഴലായി സീതയും ലക്ഷ്മണനും. രാജികമായ വസ്ത്രങ്ങളില്ല, ആഭരണങ്ങളില്ല, വെറും ഒരു സന്യാസിയുടെ വേഷത്തിൽ അവർ വനത്തിൻ്റെ അതിർത്തിയായ ഗംഗാനദിക്കരയിൽ എത്തിച്ചേരുന്നു. അവിടെയായിരുന്നു അവരുടെ വരവും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ഗുഹൻ. നിഷാദ വംശത്തിൻ്റെ, അതായത് കാട്ടാളന്മാരുടെ രാജാവ്. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി വെച്ച് നോക്കിയാൽ അന്നത്തെ കാലത്ത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ തലവൻ. ഒരു വശത്ത് സൂര്യവംശത്തിലെ ഉന്നതനായ രാജകുമാരൻ രാമൻ, മറുവശത്ത് കാട്ടിൽ ജീവിക്കുന്ന ഗുഹൻ. അക്കാലത്ത് ആചാരപ്രകാരം അവർ തമ്മിൽ ഒരുപാട് അകലമുണ്ടായിരുന്നു. രാമനെ കണ്ട മാത്രയിൽ ഭയത്തോടും ഭക്തിയോടും കൂടി ഗുഹൻ നിലത്ത് വീണു വണങ്ങി. താൻ കൊണ്ടുവന്ന കാട്ടുപഴങ്ങളും വേട്ടയാടി കിട്ടിയ ലളിതമായ ഭക്ഷണവും രാമൻ മുന്നിൽ വെച്ചു. അവർ വിചാരിച്ചു, ഒരു വലിയ രാജകുമാരൻ തൻ്റെ ഈ എളിയ സമ്മാനങ്ങൾ സ്വീകരിക്കുമോ, അതോ ജാതി പറഞ്ഞ് തന്നെ അകറ്റി നിർത്തുമോ എന്ന്. പക്ഷേ അവിടെയാണ് ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടത്. രാമൻ ഗുഹനെ മാറ്റി നിർത്തിയില്ല. വിറയ്ക്കുന്ന ആ കാട്ടാളൻ്റെ കൈകൾ പിടിച്ചു രാമൻ അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ സ്നേഹത്തോടെ നൽകിയ കാട്ടുപഴങ്ങൾ അതീവ സന്തോഷത്തോടു കൂടി കഴിച്ചു. എന്നിട്ട് ഗുഹനെ തൻ്റെ ശക്തമായ കൈകൾ കൊണ്ട് മാറോട് ചേർത്തു ആലിംഗനം ചെയ്തു. ആ കെട്ടിപ്പിടുത്തത്തിൽ തകർന്നു പോയത് നൂറ്റാണ്ടുകളായി മനുഷ്യൻ കെട്ടിപ്പൊക്കിയ ജാതിയുടെയും കുലത്തിൻ്റെയും വലിയ മതിൽക്കെട്ടുകളായിരുന്നു. ലക്ഷ്മണനെ നോക്കി രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഇന്നു മുതൽ നമുക്ക് 4 സഹോദരന്മാരല്ല ഉള്ളത്. ഇതാ ഗുഹൻ നമ്മുടെ 5ാമത്തെ സഹോദരനാണ്. ഒരു കാട്ടാളന് ലക്ഷ്മണനും ഭരതനും തുല്യമായി സ്ഥാനം രാമൻ നൽകി. വനവാസം കഴിഞ്ഞു തിരികെ വരുമ്പോൾ രാമൻ തൻ്റെ ഈ സഹോദരനെ മറന്നില്ല. ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. രാമൻ ഒരു ജാതിയുടെയോ വർഗത്തിൻ്റെയോ പ്രതീകമല്ല. ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ ആരെയും നെഞ്ചോട് ചേർക്കുന്ന സമഭാവനയുടെ പ്രതീകമാണ്. ഈ രാമായണ മാസത്തിൽ രാമൻ പകർന്നു തന്ന ഈ വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമല്ലോ. അടുത്ത എപ്പിസോഡിൽ ശബരിയുടെ കഥയുമായി വീണ്ടും കാണാം. നന്ദി.